ഹായ്. പുഷ്പ 1 അടിപൊളി പടം. അപ്പോൾ പുഷ്പ 2 അതിലും അടിപൊളിയായിരിക്കുമല്ലോ. അങ്ങനെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് 4 മണിക്കണിച്ച് സിനിമക്ക് പോയി. ട്രെയിലർ കണ്ടപ്പോൾ ഒരു തെലുങ്ക് മാസ് മസാല പടം ആ ഒരു സംഭവം തന്നെയായിരുന്നു ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മലയാളത്തിനാണ് കയറിയത്. തിയേറ്ററൊക്കെ ഫുള്ളായിരുന്നു, ഫുൾ ഫാൻസ്, അടിപൊളി ബഹളം, ഒച്ചപ്പാട്, അടിപൊളിയായിട്ട് കയറി. അങ്ങനെ ഇൻട്രോ ഒക്കെ തുടങ്ങുന്നു. ഇൻട്രോ ഒക്കെ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഇൻട്രോ ആണ്, അല്ലു അർജുൻ വരുന്നൊരു ഇൻട്രോ. പക്ഷേ സിനിമ കഴിഞ്ഞിട്ട് ഇത്ര നേരമായിട്ട് എനിക്ക് എന്തിനാണ് ആ ഇൻട്രോ കൊടുത്തതെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, ഒരു സീൻ കാണിച്ചാൽ അതിൻ്റെ ബാക്കിയോ തുടക്കമോ എന്തെങ്കിലും ഒന്ന് കാണിക്കണ്ടേ? അതില്ല, കഴിഞ്ഞു. ഇൻട്രോ കാണിക്കാൻ വേണ്ടി മാത്രം ഒരു സീൻ എടുത്തു, കഴിഞ്ഞു. അങ്ങനെ പോയി ഫസ്റ്റ് ഹാഫ് വരെയൊക്കെ അടിപൊളിയായിട്ട്. അല്ലെങ്കിൽ നമ്മളെന്താ ഒരു തെലുങ്ക് സിനിമയൊക്കെ കാണുമ്പോൾ അവരുടെ വേ ഓഫ് കൺവേ ചെയ്യുന്നത് കുറച്ച് എക്സ്ട്രീം ആയിരിക്കും. അതുകൊണ്ട് ആ എക്സ്ട്രീം സാധനങ്ങളൊക്കെ പ്രതീക്ഷിച്ച് പോകുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് വരെ കണ്ടിരുന്നു. ഫഹദ് ഫാസിലിൻ്റെ ഇൻട്രോ അടിപൊളി, ശ്രീവള്ളി വരുന്നു, അങ്ങനെ എല്ലാവരും എത്തി. ഫസ്റ്റ് ഹാഫ് വരെ ഇങ്ങനെ സമാധാനത്തിൽ കുഴപ്പമില്ലാണ്ട് കണ്ടിരുന്നു. സെക്കൻഡ് ഹാഫ് ഇൻ്റർവെല് പഞ്ചൊക്കെ അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് കയറുന്നു, ഗൈസ് ഞാൻ തേഞ്ഞ്. സീരിയസ്ലി ഞാൻ പറയുന്നു, സെക്കൻഡ് ഹാഫ് തൊട്ടങ്ങോട്ട് ഈ കഥ എന്തിനാ എഴുതിയെന്നോ, ഈ കഥ എന്താണെന്നോ, എവിടുന്ന് എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഒരു ബന്ധമില്ലാത്തൊരു സ്ഥലത്തേക്ക് എങ്ങോട്ടോ പോയിട്ട് ക്ലൈമാക്സിലൊക്കെ ചിരിച്ച് അതായത് ഫാൻസ് പോലും കൂകി വിളിച്ച് കളിയാക്കി അമ്മാതിരി അവസ്ഥയിലെത്തി. ഭയങ്കര സങ്കടത്തോടെ ഇറങ്ങേണ്ടി വന്നൊരു സിനിമയാണ് പുഷ്പ 2. അപ്പോൾ കഥേനെ പറ്റിയിട്ട് ഇത്ര പറഞ്ഞില്ല. 3 മണിക്കൂറാണ് സിനിമ ഉള്ളത്. 3 മണിക്കൂറും 10 മിനിറ്റ് എന്തോ ഉണ്ട് അധികം. അപ്പോൾ 3 മണിക്കൂർ കണ്ടിരുന്നു. പിന്നീട് വരുന്നത് ആക്ഷനിലേക്കാണ്. ആക്ഷൻ രംഗങ്ങളെ കുറിച്ച് പറഞ്ഞാണെങ്കിൽ ഫൈറ്റൊക്കെ കുറേ ഫൈറ്റുകളുണ്ട് കേട്ടോ, കുറേ ഫൈറ്റുകളുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ഭദ്രകാളിയുടെയോ അങ്ങനെ എന്തോ ഒരു രൂപം ഇട്ടിട്ട് ഒരു ഫൈറ്റ് ഉണ്ട്. അതിൻ്റെ BGM-ഉം ഫൈറ്റും ഒരേ ലെവലിൽ പോയി അടിച്ച് കയറിപ്പോയി. ആ ഫൈറ്റ് അടിപൊളിയായിരുന്നു. ആ BGM അടക്കം അതെന്തോ ഒരു ദൈവത്തിൻ്റെ പാട്ടൊക്കെ വെച്ചിട്ട് BGM കൊടുത്തിട്ട് ചെയ്തതാണ്. എന്തോ ദേവിയുടെ പേരൊക്കെ വെച്ചിട്ടുള്ള ഒരു സാധനമാണ്. അത് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനു മുമ്പ് വരുന്ന ഫൈറ്റൊക്കെ ഒരു മാസ് മസാല പടത്തിൽ നമ്മൾ എന്താണോ ഫൈറ്റാണ്, അല്ലെങ്കിൽ ഒരു മാസ് പടത്തിൽ എന്താണോ ഫൈറ്റാണ്, അല്ലെങ്കിൽ അല്ലു അർജുൻ്റെ ഫാൻസിന് എന്താണോ വേണ്ടത്, അങ്ങനെയുള്ള കുറേ ഫൈറ്റുകളുണ്ട്. അത് എന്താ പറയുക, ആസ് എ മലയാളി ഓഡിയൻസ് നമുക്ക് കുറച്ചുകൂടി എന്താ പറയുക ഞെട്ടിക്കുക, അല്ലെങ്കിൽ നമുക്കൊരു ഡൈജസ്റ്റ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇതായിരിക്കും. പക്ഷേ തെലുങ്കാണ് ആ സിനിമ ഇറങ്ങുന്നത്, അപ്പോൾ അവരുടെ ഒരു ഇതിനനുസരിച്ചിരിക്കുന്നു വിചാരിച്ച് ക്ഷമിച്ച് പോവാം. നമ്മളങ്ങനെ സഹിച്ചു പോകുന്നു. ഫൈനൽ ഫൈറ്റ് അടിപൊളി. പക്ഷെ അതിന് ശേഷവും കഥ ഉണ്ട്. അവിടെ ഒന്നും കഥ തീരുന്നില്ല. ആദ്യം നമ്മൾ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് നമ്മൾ വിചാരിച്ചു ഓക്കെ ഫഹദ് ഫാസിലും അല്ലു അർജുൻ ആണല്ലോ പ്രശ്നം, ഇതാണല്ലോ മൊത്തം. അങ്ങനെ നമ്മൾ ഇത് കാണുന്നു ഫസ്റ്റ് ഹാഫ് വരെ. സെക്കൻഡ് ഹാഫിൽ ഫഹദ് ഫാസിൽ ഇല്ല ഗൈസ്, എവിടെയോ പോയി. പിന്നെ വരുന്നില്ല. പിന്നെ വരുന്നത് ഇവരുടെ കുടുംബം, ഏട്ടൻ, ചെറിയച്ഛൻ, മോള്, കല്യാണം, ശ്രീവള്ളിയുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഇവരൊക്കെ ഒരുമിക്കുന്നൊരു സാധനം, ഇമോഷണൽ രംഗങ്ങൾ കുറേ സെക്കൻഡ് ഹാഫിൽ. ഇത് കണ്ടിട്ട് ഫാൻസ് പോലും, സീരിയസ്ലി ഗൈസ്, ഫാൻസ് പോലും കുത്തിയിരുന്ന് ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഊക്കി വിളിക്കുക, കള്ളിയാക്കിയിരിക്കുന്നത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തിയ കുറേ ഇമോഷണൽ രംഗങ്ങൾ. ശ്രീവള്ളി പുഷ്പ 1 പോലെ കുറച്ച് വെറുപ്പിക്കൽ സാധനം നോക്കില്ല, അത് കുറച്ച് അധികമാണ്. ചിലപ്പോൾ ഞാൻ മലയാളത്തിൽ കണ്ടതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഫീൽ ചെയ്തിട്ടുണ്ടാവാം. എനിക്ക് അങ്ങനെയാണ് ശ്രീവള്ളീൻ്റെ ക്യാരക്ടർ തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ കുടുംബ ബന്ധങ്ങളുടെ കഥ, ഇമോഷണൽ, കരയുന്നു, കെട്ടിപ്പിടിക്കുന്നു, സ്നേഹിക്കുന്നു, വെറുക്കുന്നു, ഈ സാധനങ്ങളൊക്കെ ഭയങ്കര ബോറായിട്ടുണ്ട്. അത് മലയാളത്തിലുള്ള ഡയലോഗ് ഡെലിവറി അതിനേക്കാളും ബോറായിട്ടുണ്ട്. അങ്ങനെ പോയിട്ട് പിന്നെ വരുന്നത് ലാസ്റ്റ് ഒരു തേർഡ് പാർട്ട് ഉണ്ട് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കാണിച്ചു വെക്കുന്നുണ്ട്. തേർഡ് പാർട്ട് ഉണ്ട്. അത് മുൻപ് റസൂൽ പൂക്കുട്ടി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, തേർഡ് പാർട്ട് ഉണ്ട്. പിന്നീട് അത് ഡിലീറ്റ് ആക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ തേർഡ് പാർട്ട് ഉണ്ട് എന്നുള്ള സാധനം കൂടി അതിൽ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഈ സംഭവങ്ങളൊക്കെ പോകുന്നുള്ളൂ, ആക്ഷൻ ആയാലും. പിന്നെ വരുന്നത് മ്യൂസിക്കിലേക്കാണ്. മ്യൂസിക് എന്ന് പറയുന്നത് ചില സമയത്ത് അപ്പായ ഇമോഷൻ വന്നിട്ട് പെട്ടെന്ന് ഡൗൺ സാധനം വരുമ്പം അവിടെ ഒരു ബ്ലെൻഡിങ്ങിൻ്റെ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തു. അത് മലയാളത്തിൻ്റെ അല്ലെങ്കിൽ ഡയലോഗ് ഡെലിവറിയുടെ ആ ഒരു പ്രശ്നം കൊണ്ട് ഫീൽ ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയായിരുന്നു. പക്ഷേ ഏറ്റവും ഭംഗിയായ മ്യൂസിക് അവസാനത്തെ ഫൈറ്റ് സീനിലെ മ്യൂസിക്കാണ്. പിന്നെ പാട്ടുകൾ എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. അതും ഞാൻ പറയാം ലാംഗ്വേജിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് പാട്ടുകളൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. ആ ഐറ്റം ഡാൻസൊക്കെ ഇല്ലേ, അതിൽ ആ പെൺകുട്ടി കൊള്ളായിരുന്നു, അങ്ങനെ എന്തോ അവരുടെ പേര്. ഓക്കെ, പുള്ളിക്കാരി കൊള്ളായിരുന്നു. പക്ഷേ
കോമഡി സാധനമാണ് ഈ ഐറ്റം ഡാൻസ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഫഫേൻ്റെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. പുള്ളി മുന്നേയും ചെയ്തിട്ടുണ്ട് ഇതേ സാധനങ്ങൾ, സൈക്കോ ഒരു ക്യാരക്ടർ സാധനം ചെയ്തിട്ട് വെച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ ആ സെയിം പാറ്റേൺ തന്നെയാണ് ഇതിൽ കാണിക്കുന്നുള്ളത്. പക്ഷേ അല്ലു അർജുൻ്റെ കൂടെ പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ ആ ഒരു മെയിൻ ക്യാരക്ടറിൻ്റെ കൂടെ പിടിച്ച് നിൽക്കാനോ കുറച്ച് സമയത്തൊക്കെ അതിന് മുകളിൽ പോകാനൊക്കെ ഉള്ളൊരു രീതിയിൽ ഫഫേൻ്റെ ക്യാരക്ടർ പുള്ളി മാന്യമായിട്ട് അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉറങ്ങൂലെന്ന് വിചാരിച്ച് ഉറങ്ങിപ്പോയാൽ എണീക്കൂലെന്ന് വിചാരിച്ചിട്ട് ഉറങ്ങാതെ പോയി കണ്ട സിനിമയാണ്. അപ്പോൾ അതിൻ്റെ നല്ലതെണ്ണം എനിക്കുണ്ട്. അപ്പോൾ ഒരു 3-ാം ഭാഗം കൂടി വരുന്നുണ്ട് ഇതിന്. ഇങ്ങനെയാണെങ്കിൽ 3-ാം ഭാഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, ഫസ്റ്റ് തന്നെ നിർത്തായിരുന്നു പരിപാടി. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫാസ്റ്റിലായിട്ടുള്ള പരിപാടിയാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ചിലപ്പോൾ അതിലൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും. പുഷ്പ 2 എനിക്ക് ദഹിച്ചില്ല. മൊത്തത്തിൽ ഞാൻ പടം കണ്ടിട്ട് വലിയ അല്ലു അർജുൻ ഫാൻസിനൊക്കെ, അല്ലെങ്കിൽ വലിയ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് സിനിമകൾ കാണുന്ന അല്ലു അർജുൻ ഫാൻസിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തിയേറ്ററിൽ തന്നെ പോയിരുന്ന് കാണാം. ഫോണിലൊന്നും കണ്ടാലൊന്നും നമുക്ക് ഒട്ടും കാണാൻ പറ്റാത്തൊരു സിനിമ തിയേറ്ററിൽ പോയി തന്നെ കാണാം. ഫാൻസിനൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇഷ്ടപ്പെടും. അതായത് ചില ഫാൻസൊക്കെ ഇഷ്ടമല്ല എന്ന് പറയുന്നതും ഞാൻ കേട്ടോണ്ടാണ് ഞാൻ പറഞ്ഞത്. ചില ഫാൻസിനൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ 3rd പാർട്ട് വരുന്നുണ്ട്, ലച്ചി എന്താവുന്നു. അപ്പോൾ കൂടുതൽ സിനിമാ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണുന്നവർ ബൈ.